കാല് വയ്യെങ്കിലും വന്നില്ല. കാല് വയ്യെങ്കിലും കാണാൻ വന്നതാ. രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാ. ഹെലികോപ്റ്ററിൽ വന്ന് ഇവിടെ ഇറങ്ങി കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ജീവിതത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ ഞങ്ങൾ വന്നു. രാഹുൽ ഗാന്ധിയെ കണ്ട് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുന്നത് കാണാനായിട്ട് ഓടി വന്നതാണ്. അടിപ്പാട്ടുകാരാണ് ഞങ്ങൾ. ഗാന്ധിയും ഗുരുവും മരണശേഷവും പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ലോകമുള്ളിടത്തോളം കാലം ലോകത്തെ നയിക്കേണ്ട വഴിവിളക്കുകളാണ്. ആ സമാഗമം ഓർത്തെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് വിഭാഗീയത, ജാതിയുടെ, മതത്തിൻ്റെ, മറ്റെല്ലാത്തിൻ്റെയും പേരിലുള്ള വിഭാഗീയ പ്രവണതകളെ അതിനെ മറികടന്ന് മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രചോദനം, ആ പ്രചോദനം ഉൾക്കൊള്ളുന്ന മഹത്തായൊരു സന്ദേശം കൂടിയാണ്. ഒരു ചരിത്ര മുഹൂർത്തം മാത്രമല്ല, മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ കരുത്തും കൂടിയാണ്. ഈ ചരിത്ര നിമിഷം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും പ്രത്യേകിച്ച് കടപ്പാടും ഞാൻ അവരെ അറിയിക്കുക. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇവിടെ കൊണ്ടുവരുവാനും ഇവിടെ എത്തിക്കുവാനും ഈ പരിപാടി എന്തായാലും അതിഗംഭീരമാക്കുവാനും അവസരം കിട്ടി. അത് ഗുരുദേവൻ്റെ അനുഗ്രഹമായി ഞാൻ കാണും. അന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളോടൊപ്പം ഇരുന്ന് നടത്തിയ ആശയവിനിമയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ശിവഗിരി മഠത്തിൻ്റെ പീഠാധീശ്വരൻ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികളും രാഹുൽജിയും തമ്മിലാണ് ആശയവിനിമയം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അത് വരും തലമുറയ്ക്ക് ഒരു ചരിത്ര സംഭവമായി ഇത് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ശ്രീനാരായണ ഗുരുദേവനും രാഷ്ട്രപിതാവായ മഹാത്മജിയും തമ്മിൽ 1925 ശിവഗിരി കുന്നിന്റെ താഴ്വരയിൽ വെച്ച് നടത്തിയ ആശയ സംവാദം ഒരുപക്ഷെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹമായി രാജ്യത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാ. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. രാവിലെ വീട്ടിലെ എല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി തരാം. എന്തായാലും രാഹുൽ ഗാന്ധിയെ കണ്ട് സന്തോഷമായി. ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ ഒരവസരം ഏറ്റവും അടുത്ത് ലഭിച്ചതിൽ വളരെ സന്തോഷമാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ രണ്ട് ആത്മീയ സാഗരങ്ങളുടെ സംഗമത്തിൻ്റെ പുനരാവിഷ്കരണം ഇത്തവണ ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന കേന്ദ്രവും ചേർന്ന് നടത്തി. കേരളത്തിൽ വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു സമ്മേളനമാണ് നടന്നത്. വലിയൊരു ചരിത്ര നിമിഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും പങ്കാളിയായത്.